ഹായ്, ഇന്ന് നമ്മുടെ മാരേജ് ഡേ ആണ് കേട്ടോ. ഞാൻ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. സോനു റെഡിയായി. അപ്പോൾ നമ്മളെ സമയം 9:07, 10 മണിക്കുള്ളിലാണ് മുഹൂർത്തം. അപ്പോൾ 2 ഡ്രസ് ചേഞ്ച് ഉണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് റെഡി. ഞാൻ ബ്രൈഡിനെ കാണിച്ചു തരാം. ഹലോ ബ്രൈഡ്. ಸೂಪರ್ ಸೂಪರ್. ಸ್ವಲ್ಪ ಇದಿದೆಲ್ಲ ಕಣ್ಣಿದ್ದು ಅದು ಅಭ್ಯಾಸ ಇಲ್ಲ. ಅಲ್ಲಮ್ಮ, ಇದು ಮಾತಾಡುವಾಗ ನಗುವಾಗ ನಾರ್ಮಲ್. ನೀವು ಯೂಶಲಿ ನಾವು ಲಿಪ್ಸ್ಟಿಕ್ ಹಚ್ತೀವಲ್ಲ ಹಂಗೆ ಇರೋ ಚೆನ್ನಾಗಿ ಕಾಣಿಸಿದೆ, ಭಾಳ ಚೆನ್ನಾಗಿ ಕಾಣಿಸಿದೆ. ಈ ಕಲರು ಇಲ್ಲಮ್ಮ. ಇದೆ ಕೊಡ್ತೀನಿ. നമ്മൾ മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് കേട്ടോ. ലേറ്റായി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ആകുമ്പോഴൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അമ്മേൻ്റെ കോട്ടേജിൻ്റെ അടുത്ത് പോയിട്ട് അമ്മേനെ നോക്കിയിട്ട് വന്നു. അമ്മ റെഡിയായി, അച്ഛൻ ജസ്റ്റ് റെഡി ആവാണ്. മഹേഷ ഹായ് ഹായ്. അവിടെ കപ്പിൾ ഫോട്ടോഷൂട്ട് നടക്കാണ്. നമുക്ക് ಲೈಬ್ರೊಟ್ಟಿಗೆ ಕಾಣಿಸ್ತದೆ. Our boys are doing something. എന്റെ യൂട്യൂബിൽ വരും ജേസൺ. നീ അയ്യോ വേണ്ട വേണ്ട. അവളില്ലേ മറ്റേ സുഷ്മിത, അവളുടെ അടുത്ത് ആ ഒരു ബാഗ് ಜೋರಾಗಿ ಜೋರಾಗಿ മിന്നു മിന്നു കരച്ചില്ല. ഇതാണ് മണ്ഡപം. അതിൻ്റെ പുറകിൽ നമുക്ക് ഈ വ്യൂ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മണ്ഡപം ഇവിടെ സെറ്റ് ചെയ്തത്. വളരെ സിമ്പിളായിട്ടൊരു സംഭവമാണ് കേട്ടോ. അവിടെ ചെറിയ ചെറിയ പൂജകളും കാര്യങ്ങളൊക്കെ. അബി ഫാമിലി, അബി ഫ്രണ്ട്സ്. Okay, wait. Just show me. Ready. ಹೋಗುತ್ತೆ ಮಗ. ഓക്കെ ഓക്കെ. ഒന്ന് അവരെ നോക്കിയേ, അച്ഛനെ അമ്മയും മോനെ മോളൊക്കെ നോക്കി സംസാരിച്ച് ഒന്ന് ചിരിച്ചിട്ടൊക്കെ നിന്ന് ഓപ്പൺ ആയിട്ട് ഓക്കെ ഓക്കെ. നൈസ് നൈസ്. ഓക്കെ അമ്മ മോനെ ഒരു കൊടുത്തേ. ಆಯ್ತಾಯ್ತು, ಅವ್ರು ನೆಕ್ಸ್ಟ್ ಹೋಗೋದು ಅವ್ರು ತಕ್ಷಣ ಬಿಸಿಲಲ್ಲ. വരൂ കവർ ഫ്രെയിമിൽ വരും. നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ മലയാളി ചേട്ടന്മാരാണ് കേട്ടോ. ദേ ഫ്രം കൊച്ചി. റെഡി 3 2 1 ഗോ. ചെയ്തേ ബ്രോ ചെയ്തേ. അയ്യോ മാം.
Okay, ready? 3, 2, 1, go. കുറച്ചുകൂടി ബാക്കിലേക്ക് സോ നാ ബ്രോ ഫ്രണ്ടിലേക്ക് ആ ഓക്കെ ഓക്കെ മഹേശപ്പ മഹേഷു ಅದೆಲ್ಲ ವಿಡಿಯೋಲಿ ಬರುತ್ತೆ. ಅಲ್ಲ ನೀನ್ ಬರ್ಬೇಕು ಒಂದೆರಡು ಹಾಕೊಂಬರುತ್ತಾನೆ. ವೆಡ್ಡಿಂಗ್ ನಾವು ಕಾಲೇಜಿಂದ ಪರಿಚಯ ಇತ್ತು ಆ್ಯಂಡ್ ಅದಾಗಿ ಆದಮೇಲೆ ನಾವು ರಿಲೇಶನ್ಶಿಪ್ ಆಯಿತು. ದೆನ್ ನಂಗೆ ಇವನ ಜೊತೆ ಇಷ್ಟ ಆದ ಹುಡುಗನ ಜೊತೆ ನನಗೆ ಒಂದು ಮೌಂಟೇನ್ಸ್ ಹತ್ರ ನೇಚರ್ ಹತ್ರ ಓನ್ಲಿ ಫ್ಯೂ ಅಂತ ಡ್ರೀಮ್ ಇತ್ತು ಆ್ಯಂಡ್ ಟುಡೇ ಇಟ್ ಹ್ಯಾಪನ್. ಐ ಆಮ್ ಸೋ ಹ್ಯಾಪಿ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പൊക്ക താഴെ പൊക്കായിരുന്നു. എനക്ക് മാറേട്ടാ. രണ്ടുപേരും ജസ്റ്റ് ഇവിടേക്ക് ലുക്ക് ചെയ്ത് കഴിഞ്ഞോ? അയ്യോ ആ ചേട്ടൻ അങ്ങ് ಅವರಲ್ಲಿ ಮೇಲೆ ಹೋದ್ರು. ಬ್ರೋ ಫ್ರಂಡಲ್ಲಿ ಇറങ്ങാനട്ടാ. എന്നിട്ട് ಕೈ പിടിച്ചിട്ട് അവരെ ഇറക്കിയാ ಮതി. ನಾವಿನ್ನ ಹೋಗೋದು ಆ ಕಡೆ. ಅವ್ರು ಬರಲಿ, ಅವ್ರ ಜೊತೆ ಹೋಗೋಣ. ಅಲ್ಲಪ್ಪ ಈಗ ಹಿಂದ್ಗಡೆ ಹೋಗೋದು. നമ്മുടെ റിസപ്ഷനുള്ള സ്റ്റേജ് ഇവിടെയാണ് കേട്ടോ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. താഴെ താലിയുടേത് അങ്ങ് മുകളിലായിരുന്നു, കാരണം ആ വ്യൂവിന് വേണ്ടിയിട്ട്. ഇവിടെ അശ്വനൊക്കെ ഉണ്ട്. അശ്വനും അമ്മാമ്മയുടെ ഒരു സിസ്റ്ററിൻ്റെ മോനാണ്, പിന്നെ അമ്മാമ്മയുടെ ബ്രദർ ആ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അങ്കിളും മോനുമാണ്. നമ്മളിവിടെ ഒരു മെമ്മറി കോർണർ പോലെ കുറേ ഫോട്ടോസിന് ഈ റിങ്ങിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ക്രെഡിറ്റ് ഒക്കെ ആർക്ക് തരണം? സിനിലിന് തട്ടെ? സിനിലാണോ ചെയ്തേ? സിനിലിന്റെ മുഖം ഒന്ന് കാണിച്ചേട്ടെ. ഇവിടെ കാണിക്കേ. ഒരു യോ പറ. ആരുമില്ല, യൂട്യൂബാണ്. അവിടെ കുറേ ഫോട്ടോസൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് റിസപ്ഷൻ്റെ ഒരു സ്റ്റേജ്. പിന്നെ ഇവിടെ നമ്മളുടെ കുറച്ച് ബാനേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സിജോ ഒരു യോ പറ. സിജോ കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് എന്തെങ്കിലും സർവീസ് വേണമെങ്കിൽ കോണ്ടാക്ട് സിജോന്റെ നമ്പർ താഴെ കൊടുക്കല്ലേ. ആ സിജോൻ ഇത് പറ, പേര് എനിക്ക് മറന്നു. അല്ല, ഡയാലിസിസ് സെന്റർ, സാലി ഡയാലിസിസ് സെന്റർ. എനിക്ക് കുറെ കാഞ്ഞങ്ങാടിലെ ആൾക്കാരുണ്ട്, അറിയോ? ആ വേറെ വല്ലതാണെങ്കിൽ അങ്ങോട്ട് പോണെന്ന് പറയായിരുന്നു, വല്ല ക്ലോസ് ഷോപ്പ് ആണെങ്കിലും. ഡയാലിസിസ് ആയതുകൊണ്ട് അതെ അതെ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വന്നത് കോണ്ടാക്ട് ചെയ്തു. കുറേ ബാനേഴ്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ, അവരുടെ ഫോട്ടോസ്. ഇതൊക്കെ പിൻട്രസ്റ്റിനൊക്കെ കിട്ടിയ ഐഡിയാസ് ആണ്, അതൊക്കെ നോക്കിയിട്ട് ചെയ്തതാണേ. ನಾವು ಸ್ವಲ್ಪ ಲೇಟ್ ಆಗ್ತಿದೆಯಲ್ಲ, ಸ್ವಲ್ಪ ಬೇಗ ಬೇಗ ಮಾಡೋಣ, ಸ್ಟಾರ್ಟ್ ಮಾಡೋಣ. ನಾವು ಆ್ಯಕ್ಚುಲಿ ಒಂದು ವರ್ಷ ಆಗ್ತಾ ಬಂತು ನಾವು ಇದೆಲ್ಲ ಪ್ಲಾನ್ ಮಾಡೋಕ್ಕೆ ಸ್ಟಾರ್ಟ್ ಆಗಿ. ಬಟ್ 1 ವರ್ಷ ಆಗಿರೋದು ಇಷ್ಟು ಬೇಗ ಹೋಗ್ತಿದೆ ಟೈಮ್ ಅಂತ ನಮಗೆ ಬೇಜಾರು. ಕೊಟ್ಟು ಬರ್ಬೇಕಾ?
Okay, face to face, face to face. Wait, wait. Bro, close it, close it, close it. Ah, pull it. ഒന്നുകൂടി. Okay, face to face, face to face. Now rings down. Face to face. ನೀನ್ ಅಲ್ಲಿ ನೋಡಿದ ನೋಡ್ತೇನೆ. ಸ್ವಾತಿ ನೀನು ಕ್ಲಾಪ್ ಮಾಡಕ್ಕೆ ಹೇಳು ರಿಂಗ್ ಹಾಕಿದ್ರೆ ಎಲ್ಲರೂ ಪ್ಲೀಸ್ ಕ್ಲಾಪ್ ಮಾಡಿ. ಈಗ ಭಕ್ತರ ವರ ಮಧುಗೆ ಹಾರವನ್ನು ಹಾಕ್ತಾ ಇದ್ದಾರೆ. Congratulations, both of you. Congratulations. ಎಲ್ಲರಿಗೂ ಥ್ಯಾಂಕ್ ಯು. ಬಂದಿರೋರ್ಗೆಲ್ಲರಿಗೂ ತುಂಬಾ ಉತ್ಪೂರ್ವಕವಾದ സംതോഷವನ್ನು ഇഷ്ടപ്പെടുത്തിದ್ದೀನಿ. കല്യാണത്തിൻ്റെ ഒരു ചെറിയ തിരക്കായി പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ വെജും നോൺ വെജ് ഒക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ എൻ്റെ 3ാമത്തെ സാരി ചേഞ്ച് ആണ് കേട്ടോ. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം അബിയുടെ വീട്ടിൽ പോവാണ്, അവളെയും കൂട്ടിയിട്ട്. ഇവിടെ അങ്ങനെ ചടങ്ങുണ്ട്, അതായത് 3 ദിവസം ഇവരുടെ കൂടെ ഞങ്ങൾ അവിടെ നിൽക്കണമെന്നുണ്ട്. വീട്ടിലാണ് പണ്ടൊക്കെ നിൽക്കുക. ഇപ്പോഴത്തെ നമ്മൾ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും അശ്വും കണ്ണു ഇവരുടെ കൂടെ പോവുകയാണ്. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് ഇവരെ തിരിച്ച് നമ്മൾ ദാവണഗിരിക്ക് കൂട്ടിക്കൊണ്ടു പോകണം. അങ്ങനെയൊക്കെ ചടങ്ങുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് അവർ 2 ദിവസം അവർ നമ്മുടെ വീട്ടിൽ നിൽക്കും. എന്നിട്ട് അവർ തിരിച്ച് അവിടുന്ന് ബാംഗ്ലൂർക്ക് പോകും. അതാണ് ഇനി അടുത്ത കുറച്ച് ദിവസത്തെ പരിപാടികൾ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ ബെൽറ്റങ്കടി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഞാൻ പറയാൻ ഒരു കാര്യം മറന്നുപോയി. അബി മലയാളിയാണ്, പക്ഷെ അവൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ കർണാടകയാണ്. ബെൽറ്റങ്കടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവരുടെ ഉജിരെ, ബെൽറ്റങ്കടി, ധർമ്മസ്ഥലയുടെ വളരെ അടുത്താണ് അവരുടെ നാട്. പക്ഷെ അവരെല്ലാവരും മലയാളമാണ് കേട്ടോ, സംസാരിക്കും പ്രോപ്പർ മലയാളമാണ് അവർ. നാട്ടിൽ വെള്ളരിക്കുണ്ട്, അവരുടെ അമ്മയുടെ നാടാണ്. അച്ഛൻ്റെ നാട് അങ്കമാലിയൊക്കെയാണ്. അപ്പം നമ്മൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുകയാണ്. ബാംഗ്ലൂർക്ക് പോകേണ്ടവർക്ക് ബാംഗ്ലൂർക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് കാണാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മാമ ರೆಡಿ ಆಯ್ತು ಮಾಮ ಊಟ ಚೆನ್ನಾಗಿತ್ತಾ ಕಂಫರ್ಟಬಲ್ ಇತ್ತಲ್ಲ? ಅವಳದೆ ಅಲ್ಲ ಜೈನ್ ಅಂತಲ್ಲ ಖರೀದು ಸೋನಿ ತಾಳಿಚನ್ ಹೇಳಿದ್ದು ತಾಳಿಚನ್ ಕೊಡು ಮಮ್ಮಿ ಹಾಕಿದ್ದು ಸೋನಿ ತಾಳಿಚನ್ ಗುಂಡಿ ತಾಳಿಚನ್ ಕೊಡು ಮಮ್ಮಿ. ಇಲ್ಲ ಅಂಕಲ್, ಸುಮ್ಮನೆ ಒಂದು ಸಣ್ಣ ವ್ಲಾಗ್ ಅಷ್ಟೇ, ಎಲ್ಲ ತೋರಿಸಿದ್ವಿ. ಅಂಕಲ್ ನಿಮಗೆ ಹೇಗೆ ಅನಿಸ್ತಿದೆ ಸ್ಟೇಕೇಶನ್ ಎಲ್ಲ? 1 ಡೇ ಒಂದು ಒಳ್ಳೆ ಸ್ಟೇಕೇಶನ್ ಆಯ್ತಲ್ಲ ಇಲ್ಲಿ? ಪ್ರಾಪರ್ಟಿ ಚೆನ್ನಾಗಿತ್ತಲ್ಲ? ಫುಡ್ ಥ್ಯಾಂಕ್ ಯು. ಅಚ್ಚನ ಮೇಲಿಂದ ಕಣ್ಣು ಇದು ಎತ್ತರ ಐಸ್ ಕ್ರೀಮಾ? ಕಣ್ಣು ಇದು ದೀಕ್ಷಾ ಕೊಟ್ಟಿರೋದು ಗಿಫ್ಟ್, ಡ್ರೆಸ್ ಲಾಸ್ಟ್ ಇಯರ್ ಕೊಟ್ಟಿರೋದು. ദീക്ഷ ഗിഫ്റ്റഡ് യു ദിസ്. നമ്മൾ ദാവണഗിരി തോന്നുന്ന റിങ്ങൊക്കെ ഇവർ രണ്ടാളും കൂടിയിട്ട് എല്ലാം എടുത്ത് വെക്കാണ്. മഹേഷ് ಡ್ಯಾನ್ಸ್ ಮಾಡಿಲ್ಲ ನೀಟಾಗಿ ನಾವು. ಟಾಯ್ಲೆಟ್ಗೆ ಹೋಗ್ಬೋದಾ? വേണ്ട എവിടെയും പോണ്ട. ಝೂಮ್ ಮಾಡಿದೆ, ಬಂತು. അമ്മാമ്മയുടെ ബ്രദറൊക്കെ പോവാണ്. നമ്മൾ സാധനമൊക്കെ താഴെ ഇറക്കിയിട്ട് വെയിറ്റ് ചെയ്യാണ്. മൂത്ത ചേട്ടനും 2 അനിയത്തിമാരും ഉള്ള സ്നേഹപ്രകടനങ്ങളാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ಜಸ್ಟ್ ಏನು ಹೇಳ್ಬೇಕಿತ್ತು? ಸ್ನೇಹ ಪ್ರಕಟಣೆಗಳಿಗೆ ಇಂಗ್ಲಿಷ್ ಕೈಂಡ್ ಆಫ್ ಶೋಯಿಂಗ್ ಆಫ್ ಸಮ್ ಲವ್. ഓരോരാളായിട്ട് ഇറങ്ങാണ്.
അത് പറഞ്ഞത് ഇപ്പൊ പറ, എന്റെ യൂട്യൂബിൽ വരും, പറയൂ. അത് പറയൂ, അവനൊരു ക്രെഡിറ്റ് ആവട്ടെ, പറയൂ, അത് പറഞ്ഞോളൂ. അവര് ചേട്ടൻ ഷാജു അല്ലേ? ചേട്ടന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഞാനതിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ചേട്ടന്റെ ഫോട്ടോഗ്രാഫിക്ക് എന്ത് വെഡിങ് ആവട്ടെ എല്ലാം അവർ ഫോട്ടോ പ്രീ വെഡും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നതായിരിക്കും. അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ചേട്ടൻ തിരൂരല്ലേ? തിരൂർ മലപ്പുറം എറണാകുളമാണ് അവർ മെയിനായിട്ട് ഒരു ഓഫീസൊക്കെ. ബട്ട് ബേസിക്കലി അവർ മലപ്പുറം. ഹാപ്പി ചേട്ടാ, ഹാപ്പി. ദാവണഗിരയ്ക്ക് മഹേഷിൻ്റെ ഒരു കാറ് മാത്രമേ ഇപ്പം പോകുന്നുള്ളൂ. അപ്പം ആശുവിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ കാറിൽ അപ്പൂപ്പനെയും അമ്മൂമ്മനെയും ഇവരുടെ കൂടെ വിടുകയാണ്. കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട്. കാരണം ഞങ്ങൾ നേരെ പോകുന്നത് അവരുടെ കൂടെ ആയതുകൊണ്ട് വണ്ടിയില്ല പോവാൻ. ഇവരിങ്ങനെ പോവാണ്. ಇಬ್ರದ್ದು ಬರ್ಲಿ, ನಿಮಗೆ ಇಬ್ರಿಗೂ ಫ್ಯಾನ್ ಫಾಲೋಯಿಂಗ್ ನೋಡೋಣ. ಫ್ಯಾನ್ ಫಾಲೋಯಿಂಗ್ ಬರುತ್ತೆ. ಹೋಗ್ತಿದೀವಾ ಆಂಟಿ? ಥ್ಯಾಂಕ್ ಯು. ഇവരെല്ലാവരും ദാവണഗിര പോകുന്ന ടീംസാണ്. ഞാൻ ആൻറ്റീൻ്റെ അവിടെ മമ്മയും പപ്പയാണത്. നമ്മൾ അവരുടെ കൂടെ. ആൻറ്റി റിട്ടേൺ ഗിഫ്റ്റ് വിത്ത് റിട്ടേൺ നോട്ട്. ആൻറ്റി ഡബിൾ ധമാക്ക. ഞങ്ങൾ രാത്രി കുത്തിയിരുന്നിട്ട് എഴുതിയ നോട്ട് ഉണ്ടായിട്ടോ, അതിനകത്ത് താങ്ക്സ് നോട്ട്. അതാണ് അങ്ങനെ പറഞ്ഞത്. അവരുടെ ഫ്രണ്ട്സൊക്കെ ഇറങ്ങുന്നതേ ഉള്ളൂ. ಎರಡು ಸಾಕ. ಎಲ್ಲ ಇಟ್ಟಿದ್ದೀನಿ. ಸಣ್ಣ ಟ್ರೋಲಿ ಇತ್ತಲ್ಲ, ಟ್ರೋಲಿ ಅದರಲ್ಲಿದೆ. ಇದು ಬ್ಯಾಗ್, ಇದು ಚಪ್ಪಲ್ ಬ್ಯಾಗ್ ಅದರಲ್ಲಿದೆ. ನಿಂದು ವ್ಯಾನಿಟಿ ಬ್ಯಾಗ್ ನಿಂಗೆ ಬೇಕಾ ಈಗ? മഹേഷിൻ്റെ കാറിൽ ഫുൾ ലഗേജ് പാക്ക് ചെയ്തു. എന്നിട്ട് കറക്റ്റ് അവർ 5 ആള്. ലേഡീസ് സേ ಬಾಯ್. ಹೇಗಿತ್ತು ಊಟ? ಸ್ಟೇ? ಪ್ರಾಪರ್ಟಿ? ವ್ಯೂ ಅಲ್ಲ, ಸ್ಟೇ ಅಲ್ಲಿ ಹೇಗಿತ್ತು ಅಂತ. ನಿಮ್ದಾದ್ರೆ ನಾವು ನಿಮ್ಗೆ ಹೇಳ್ತೀವಿ. ಅಲ್ಲ, ನಮ್ದು ಅಲ್ಲ, ಅದಕ್ಕೆ ನಾವು ಹೇಳ್ತಿದ್ವಿ. ಸೋನಾ ಬಾಯ್. ಐ ಮಿಸ್ ಯು. ನೀನು ಬಾ, ನಮ್ಮ ಜೊತೆ ಬರ್ತೀಯಾ? ನೀನು ಬರ್ತೀಯಾ? ಇಟ್ಸ್ ಓಕೆ, ನನ್ನ ಹತ್ರ ಅಷ್ಟೊಂದಿಲ್ಲ. ಬರ್ತೀಯಾ? ಬಾಯ್. ಕಣ್ಣು ಇಸ್ ಥಿಂಕಿಂಗ್ ವಿ ಆರ್ ಗೋಯಿಂಗ್ ಪೈನೂರ್. ബായ്. കണ്ണു അച്ഛനും അമ്മയും പോകുന്നതിന്റെ സങ്കടത്തിലാണ് കേട്ടോ. അച്ഛനും അമ്മയും പോകുമ്പോ കണ്ണുകാരൻ. നമ്മുടെ ഈ പ്രോപ്പർട്ടി ചിക്മംഗ്ലൂരിന്ന് തരീക്കര റോഡിലാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വരാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, ഇതിൻ്റെ ഓണർ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എനിക്ക് മെസ്സേജിൽ ചോദിച്ചാൽ മതി കേട്ടോ. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക്, നമ്പറൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം ഞങ്ങളിതാ ഇറങ്ങുകയാണ്. അച്ഛൻ പോയതിൻ്റെ ബഹളത്തിലാണ് കണ്ണു അച്ഛനും ഭയങ്കര ക്ലോസ് ആണ് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോസിൽ പറയാറുണ്ട്. കണ്ണു ഭയങ്കര കരച്ചിലാണ്, പ്രശ്നമാണ്. നമ്മൾ ചിക്മംഗ്ലൂരിന്ന് ചാർമടി വഴി ബെൽത്തങ്കടിയിലേക്ക് പോവാണ്. ബെൽത്തങ്കടി അബിയുടെ നാട് ബെൽത്തങ്കടിയാണ്. ഉജിരെ ധർമ്മസ്ഥലമൊക്കെ അവർക്ക് അടുത്താണ്. നമുക്കിപ്പം ഇനി ഇവിടെ നിന്നൊരു 2.5 hours ആവും പോവാൻ. അച്ഛനമ്മയും ഇവിടെ റൂം എടുത്തു, ചിക്മംഗ്ലൂർ റൂം എടുത്തു. അവർക്ക് പയ്യന്നൂർ വരെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ നാളെ രാവിലെ ട്രാവൽ ചെയ്യാണ്. നമ്മളിങ്ങനെ പോവാണ്. ಅಯ್ಯೋ ಸುಸ್ತಾಯ್ತಾ? ಸುಸ್ತೇನಿಲ್ಲ, ಸ್ವಲ್ಪ ಇವಾಗ ಹೋಗಿ ರೆಸ್ಟ್ ಮಾಡೋದೇ. നാളെ ഫുൾ ഡേ ರೆಸ್ಟ್ ಮಾಡೋದು. നമ്മൾ എത്ര നാളായിട്ട് പ്ലാൻ ചെയ്യണം, ഓരോ പ്ലാനിങ്ങും കാര്യങ്ങളും പ്രിപ്പറേഷൻസും ഷോപ്പിങ്ങും ഒത്തിരി നാളായിട്ട് നമ്മൾ ചെയ്തു വന്ന കാര്യങ്ങളാണ്. പക്ഷെ കല്യാണം വന്നപ്പം പെട്ടെന്ന് ഇതൊക്കെ കഴിഞ്ഞോ അങ്ങനെ ഒരു ഫീലാ. ഇത്ര പെട്ടെന്ന് നമ്മൾ ഇതിന് ഈ ഒരു
ഒന്ന് എന്താ പറയുക കണ്ണടിച്ച് തുറക്കുമ്പോഴേക്ക് അത് കഴിഞ്ഞു പോയൊരു ഫീലാണ്. കാരണം നമ്മൾ അതിനു വേണ്ടി എടുത്തൊരു എഫേർട്ടും അതിനുവേണ്ടി ചെയ്ത ഹാർഡ് വർക്കൊന്നും പറഞ്ഞാൽ തീരാത്തതാണ് കേട്ടോ. അപ്പം അത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് അയ്യോ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം. പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അത് പെട്ടെന്ന് കഴിഞ്ഞു പോയി നമുക്ക് തോന്നാനുള്ള റീസൺ എല്ലാം നന്നായിട്ട് കഴിഞ്ഞതുകൊണ്ടായിരിക്കണം. നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞു. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം നമ്മൾ വിചാരിച്ച നമ്മുടെ പ്ലാൻസ് ഒക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. അവിടെ വന്നവരൊക്കെ ഹാപ്പിയാണ്. ഒരു സ്റ്റേ ആണെങ്കിലും ഫുഡാണെങ്കിലും ഡെക്കറേഷൻ ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. എല്ലാം എന്താ പറയുക എല്ലാം ഓരോ നമ്മുടെ പിൻട്രസ്റ്റ് പ്ലാൻസും കാര്യങ്ങളൊക്കെയാണ്. വന്നവരും അവരും ഹാപ്പി, നമ്മളും ഹാപ്പി, എല്ലാവരും ഹാപ്പി. എനിക്ക് പക്ഷേ അവള് വേറെ വണ്ടിയിൽ കയറി പോയപ്പോൾ ഒരു വിഷമം. ഇനി അവളവിടെ വിട്ടിട്ട് ഹോട്ടലിൽ പോകുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പേടിയാവും. അതുവരെ അവളും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളും അവരുടെ കൂടെ പോവുകയാണ്. ബുധനാഴ്ച ഞങ്ങൾ ഒരുമിച്ച് തിരിച്ച് വീട്ടിൽ വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മയും മഹേഷൊക്കെ പോയപ്പോൾ അവൾ നല്ല ചില്ലായിട്ട് അവരെയൊക്കെ പറഞ്ഞു വിട്ടു. അവരും നല്ല ചില്ലായിട്ട് പോയി. കാരണം ബുധനാഴ്ച അവള് തിരിച്ചു പോകുമല്ലോ, നമ്മൾ തിരിച്ച് ദാവണഗിരിക്ക് വരുമല്ലോ. പിന്നെ അവിടുന്ന് പിന്നെ അവള് ബാംഗ്ലൂർ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിഷമം വരില്ലായിരിക്കും. കാരണം എന്നും പോകുന്നതല്ലേ അവള്, വരും പോകുന്നൊക്കെ ചെയ്യുന്നതായതുകൊണ്ട് അവിടുന്ന് ബാംഗ്ലൂർക്ക് പോകുമ്പോൾ നമുക്ക് അത്ര വിഷമം ഉണ്ടാവില്ലായിരിക്കും, അങ്ങനെ വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ചു എല്ലാം കുഴപ്പമില്ല. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഒരുമിച്ച് ഈ കാറിൽ പോകാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. ഞങ്ങൾ അങ്ങനത്തെ ഒരു പ്ലാനിലാണ് വന്നത്. പക്ഷേ അവരുടെ വണ്ടി ഓടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്കിളും അവരിങ്ങോട്ട് വരുമ്പം ഫംഗ്ഷന് വരുമ്പം അങ്കിളും ആൻറ്റിയും അബിയും ഒരുമിച്ചാണ് വന്നത്. അവരുടെ ചേച്ചിമാരൊക്കെ വേറെ കാറിൽ വന്നത്. അപ്പോൾ തിരിച്ചു പോകുമ്പം ആ കാറിൽ അബിയും ഒരുമിച്ച് പോകാനുള്ള പ്ലാനായിരുന്നു അവരുടേത്. പിന്നെ എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ, അവരുടെ വണ്ടിയിലല്ലേ കൊണ്ടുപോവാം. പെട്ടെന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിന്ന് ബൈ ബൈ ഒക്കെ പറഞ്ഞ് എല്ലാവരെയും ഹാപ്പി ആയിട്ട് വിട്ടിട്ട് പെട്ടെന്ന് വേറൊരു കാറിൽ കയറി പോകുമ്പോൾ എന്തോ വല്ലാത്തൊരു വിഷമം. അവളുടെ തൊട്ട് പിറകെ ഞങ്ങളുണ്ട്, സ്റ്റിൽ എന്തോ ഒരു വിഷമമായി. അവൾ എനിക്ക് എന്നിട്ട് മെസ്സേജ് അയക്കാം, നീ എവിടെ നിർത്തല്ലേ വണ്ടി, പെട്ടെന്ന് വരണേ. പക്ഷെ നല്ലൊരു ഫങ്ഷൻ. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവളുടെ ലൈഫിൽ അവൾ ഒത്തിരി ആഗ്രഹിച്ച ഒരാളെ കല്യാണം കഴിച്ചു. ഇപ്പം ഞങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾ എങ്ങനെയാണോ കണ്ടുപിടിച്ചത് at the same way she found her true love and they're happy together. We are also very 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 happy for them. അല്ലേ അശോ? നമുക്ക് ഒരു ഡിമാൻഡ്സ് ഒന്നും ഉണ്ടായിരുന്നു. നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, അവർ ഹാപ്പി ആയിട്ട് ഉണ്ടാവണം. ആൻഡ് അങ്ങനെയൊക്കെ ഞാനധികം പറഞ്ഞ ഇമോഷണലായി. ഞാനെപ്പോഴും പറയാറില്ലേ അശ്വിൻ്റെ ലൈഫിലെ ബ്ലെസ്സിങ് ആണെന്ന്. അതുപോലെ എൻ്റെ ലൈഫിലെ വേറൊരു ബ്ലെസ്സിങ് ആണ് എൻ്റെ സിസ്റ്റർ. അല്ല കണ്ടു, ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇമോഷണലാവും. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഫുള്ള് കോഫി എസ്റ്റേറ്റിൻ്റെ നടുവിലൂടെയാണ് കേട്ടോ ഈ റോഡ്. ഫുള്ള് കോഫി എസ്റ്റേറ്റ് രണ്ട് സൈഡിലും. ഇതാ, പക്ഷെ നമുക്കൊരു എസ്റ്റേറ്റ് കോഫി കുടിക്കാൻ പറ്റിയില്ല അശോ. ಇಲ್ಲ ಹೌದೌದು, ವಾಪಸ್ ಹೋಗುವಾಗ ಕುಡಿದು ಹೋಗೋಣ. ഓക്കെ, നമ്മൾ അനിയത്തിൻ്റെ വണ്ടി അവിടെ റിസോർട്ടിൽ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു ഇപ്പം നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇതേ വഴി വന്നിട്ട് ആ കാർ എടുത്തിട്ട് വേണം പോകാൻ ദാവണഗിരിക്ക്. അപ്പോൾ വരുന്ന വഴിക്ക് നല്ലൊരു കോഫി ഡേറ്റ് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ഇപ്രാവശ്യം നമുക്ക് കോഫി കിട്ടിയില്ല. നമ്മൾ ചാർമടി ഗാർഡ്സ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ യൂഷ്വലി ചാർമടി ഗാർഡ്സിൽ വരുമ്പോഴൊക്കെ നമുക്ക് മഴ കിട്ടാറുണ്ട്. ലോങ് ടൈം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല ഈ റോഡിൽ. നമ്മൾ നാട്ടിൽ പോകുമ്പോഴും ആകുമ്പേ വഴിയാണ് നാട്ടിലേക്ക് പോകുന്നത് ഇപ്പോൾ കുറേ നാളായിട്ട്. ഈ വഴി വന്നിട്ട് കുറേ നാളായി. പക്ഷെ നമ്മൾ വരുമ്പോഴൊക്കെ മഴ ഉണ്ടാവാറുണ്ട്. മഴയത്ത് ഈ ഒരു റോഡിൽ നല്ല ഭംഗിയാണ് കേട്ടോ. അതും പകലൊക്കെ വരുമ്പം നല്ല ഭംഗിയായിട്ട് ഗ്രീനായിട്ട് ഫുള്ള് ഗ്രീൻ കാണാൻ ഭയങ്കര രസമാണ്, പ്രത്യേകിച്ച് മഴ സമയത്ത്. ഇന്നിപ്പോൾ മഴയൊന്നുമില്ല, പക്ഷേ ഗ്രീൻ ഉണ്ട് കേട്ടോ, പുറത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്.
നല്ല വ്യൂ ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ ഈ ഒരു സമയം ആയതുകൊണ്ട് നമുക്ക് ഒന്നും കാണാനൊന്നും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. എനിക്കുണ്ടല്ലോ വോയിസിന് ഭയങ്കര പ്രശ്നമുണ്ട്. സൗണ്ട് വെച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വോയിസ് നന്നായിട്ട് പോയിട്ടിരിക്കാം. ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം വോയിസ് പോകുന്നൊരവസ്ഥയായി എനിക്ക്. ഇതൊക്കെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഭാഗങ്ങളാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിന്റെ നമുക്ക് ദാവൺഗിരിയിൽ നിന്ന് നമ്മൾ പയ്യന്നൂർക്ക് പോകുമ്പോൾ നമുക്ക് ഗാർഡ്സ് ഇറങ്ങാതെ പോകാനൊരു ഓപ്ഷൻ ഇല്ല. ഇതൊക്കെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗങ്ങളാണ്. അപ്പം ഞാനിങ്ങനെ പറയായിരുന്നു, അബിയുടെ വീടും എൻ്റെ വീടും ഈ കുന്നിറങ്ങിയിട്ട് താഴെ വരണം. നമുക്കിപ്പോൾ രണ്ടുപേർക്കും വീട്ടിൽ ദാവൺഗിരിക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഹൈറ്റ് കയറി പോകണം ഇങ്ങനെ പറയായിരുന്നു. കുന്നിൻ്റെ മുകളിലാന്ന് പറയായിരുന്നു. വലിയ മല നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ ഈ റോഡിൽ. ഈ റോഡിലുള്ള ഡ്രൈവ് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രൈവാണ്. പക്ഷേ ഈ ഒരു ഗാർഡ്സ് ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. അപ്പം എനിക്കിത് ഇറക്കാൻ പറ്റുമോ എന്ന് സംശയമാണ് കേട്ടോ. കാരണം ഇത് കുറച്ചൊരു എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ഡെഡ്ലി ആയിട്ടുള്ളൊരു ഗാർഡ്സാണ്. ഡെഡ്ലി ഗാർഡ്സ് എന്ന് പറയാൻ കാരണം പക്ഷെ വീതിയുണ്ട്. കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പം നമുക്ക് അൺഎക്സ്പെക്റ്റഡ്ലി മഴക്കാലത്തൊക്കെ ലാൻഡ് സ്ലൈഡ് ആവും. അപ്പോൾ ലാൻഡ് സ്ലൈഡ് കൂടുതലായതുകൊണ്ട് എനിക്ക് ഈ വഴി വരാൻ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാനിതുവരെ ഈ ഒരു റോഡ് മാത്രം ഓടിച്ച് ട്രൈ ചെയ്തിട്ടില്ല. ഈ റോഡിലും ഞാൻ വന്നിട്ടില്ല, ആഗുമ്പയിലും വന്നിട്ടില്ല. ആഗുമ്പയും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചെറിയ റോഡൊക്കെയാണ്. പക്ഷെ ഇത് നല്ല വീതിയുള്ള വലിയ ബസ്സൊക്കെ തിരിയുന്ന റോഡാണ്. ആഗുമ്പ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പെട്ടി ബസ് മാത്രമേ അതുവഴി പോവുള്ളൂ. വലിയ ബസ്സൊന്നും അവിടെ തിരിഞ്ഞു പോവില്ല. ഇതൊക്കെയാണ് ഈ ഗാർഡ്സിൻ്റെ ഒക്കെ വിശേഷങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബിയുടെ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല, എല്ലാവരും അവിടെ കല്യാണത്തിന് വന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പാസ്സായി നമ്മൾ വീടിൻ്റെ അടുത്തെത്തി. അവർ അവിടെ എന്തോ നിർത്തിയിട്ട് എന്തോ സാധനം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുക. കാരണം അവർ ഇന്നലെ വീടൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇന്നലെ വന്നതല്ലേ. ഇന്നിപ്പോൾ അവരുടെ വീട്ടിലും ആരുമില്ല. അപ്പം നമ്മളിങ്ങനെ അവർ വെയിറ്റ് ചെയ്തിട്ട് ഒരു ജംഗ്ഷനിൽ ഇവിടെ നിന്നൊരു 5 minutes ഉണ്ടോ? ഇവിടെ നിന്നൊരു 5 minutes ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ ടൈം എത്രയായി? 8 മണിയായോ? നമ്മൾ 7:30 ആകുമ്പോഴേക്കും നമ്മൾ ബെൽത്തങ്കടിയിലെത്തി. ബെൽത്തങ്കടി ഇത് ബംഗാടി. ബെൽത്തങ്കടിൻ്റെ അടുത്ത് ബംഗാടി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അതെല്ലാവർക്കും അറിയണമെന്നില്ല ആരെങ്കിലും, അതുകൊണ്ട് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ടിരുന്നേ. നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ಇವತ್ತು today we are a little bit tired. Yeah, because you know traveling ഭയങ്കര hot plus of course some functions will be like tired. നമ്മൾ ഇന്നലെ ഭയങ്കര മഴ വന്നിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പേടിച്ച് എല്ലാം ഔട്ട്ഡോറിൽ സെറ്റപ്പ് ചെയ്തപ്പോൾ നമുക്ക് പേടിയായിരുന്നു എന്താവും, മഴ ചതിക്കുമോന്ന്. പക്ഷെ ദൈവം അനുഗ്രഹിച്ചിട്ട് ഇന്ന് മഴ ഉണ്ടായിരുന്നില്ല. മഴയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു പ്ലാനും നമ്മുടെ എല്ലാം വെള്ളത്തിലാവുമായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ചിട്ട് അതൊക്കെ നന്നായിട്ട് വന്നു. ഇനി നമുക്ക് അവിടെ വീട്ടിൽ പോകാം. വീട്ടിൽ പോയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാൻ അത്ര പ്രിപ്പയർഡ് അല്ല. നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹോട്ടലിൽ നിന്ന് ಎಷ್ಟು ದೂರ ಆಗುತ್ತೆ? I think it was like 15 kilometers ಅಲ್ಲೇ. ಫುಡ್ ಅಂತ ಲಾಸ್ಟ್ ಆರ್ಡರ್ ಅವರಿಗೆ ಟೆಕ್ಸ್ಟ್ ಮಾಡ್ತಿದ್ಯಾ? നമ്മൾ ഇവിടുന്ന് ഉജിരയിലല്ലേ? ഉജിര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പം ഉജിര ഇവിടെ നിന്നൊരു 15 kilometer ഉണ്ട്. അപ്പോൾ ഇവരുടെ വീട്ടിൽ പോയിട്ടൊരു 15 minute ഇരുന്നിട്ട് ഞങ്ങൾ ഇറങ്ങും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചിലപ്പോൾ എനിക്ക് അവിടെ എത്തിയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എടുത്തില്ലെങ്കിലും തിരിച്ച് ഹോട്ടലിലൊക്കെ പോയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എനിക്ക് വിശക്കുന്നു. ഫംഗ്ഷൻ എനിക്ക് എവിടെയെങ്കിലൊക്കെ പുറത്തു വന്ന വിശക്കും. പുറകെ കൈ ഷേക്ക് ഹാഫ് ആൻ അവർ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഐ ഫീൽ ഹംഗ്രി. But they said 10:30 last order, maybe before that we'll reach. No, we'll eat outside, then go to the hotel. Okay. What in the hotel?
നോ അഭി വീട്ടിൽ പോയിട്ട് ഹോട്ടലിൽ പോവാം. എന്നിട്ട് താഴ്ച ഉറങ്ങാം ഹോട്ടലിൽ. യെസ് ഹോട്ടലിൽ. നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്റ്റേ ബുക്ക് ചെയ്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഉജിരെ എന്ന് പറഞ്ഞ ടൗണിലാണ് കേട്ടോ ഈ ഒരു ഹോട്ടലുള്ളത്. കാശി പാലസ്. ഓഷ്യൻ പേൾ എന്താണ് നമ്മൾ അതെവിടെയും കാണുന്നില്ലല്ലോ. ഓഷ്യൻ പേളിന് അകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ തൊട്ടടുത്തൊരു കോഫി ഡേ ഉണ്ട്. രാത്രി എന്തെങ്കിലുമൊക്കെ വിശക്കുകയാണെങ്കിൽ ഇപ്പോൾ റെഡിയായിട്ട് എന്തെങ്കിലുമൊക്കെ വിശക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇവർക്കും റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. കയറിപ്പോയി നോക്കാം. പക്ഷെ അവരുടെ റെസ്റ്റോറൻറ്റ് 10 മണിക്ക് ക്ലോസ് ആവുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അശ്വം കണ്ണാത്തേക്ക് പോയി. നമ്മുടെ റൂമിലേക്ക് പോവാണ്. ഈ അശ്വിന് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പം ഈ സ്മെല്ലും കാര്യങ്ങളും ഈ വീസിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് ഈ ഉജിരയിലെ ക്ലൈമറ്റ് കുറച്ച് അശ്വിന് പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒക്കെ നോക്കി അബിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട്, ബാൽക്കണി ഒന്നും ഇല്ല കേട്ടോ, അബിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മളിത് ബുക്ക് ചെയ്തതാണ്. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അവന്. ബാത്റൂം നോക്കട്ടെ. എനിക്കുണ്ടല്ലോ ഈ ഹോട്ടലിലെ ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ നല്ല നല്ല ഫോട്ടോസ് കിട്ടും. എനിക്ക് അറിഞ്ഞൂടാ, നമ്മുടെ വീട്ടിൽ എന്തൊക്കെ എത്ര നല്ല ബൾബ് വാങ്ങിച്ചാലും ഈ ഹോട്ടലിൽ കിട്ടുന്ന ഒരു ലൈറ്റിൻ്റെ ഒരു സുഖം എനിക്ക് കിട്ടാറില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നാറുണ്ടോ? ഞങ്ങൾ റൂമിലെത്തിയിട്ട് നല്ലൊരു കുളി പാസ്സാക്കി കേട്ടോ. കൺമണി 2 ദിവസമായിട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷൂ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ലൈറ്റ് കത്തുന്ന ഷൂ ആണ്. പാവ എൻ്റെ കൊച്ചിന് കല്യാണത്തിനൊന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ തലേ ദിവസം എല്ലാവരും വരുമ്പോൾ രാത്രിയല്ലേ, ആ സമയത്ത് ഇടാമെന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അന്ന് അവൾ ഉറങ്ങിപ്പോയി. അന്ന് അവൾ ആ സമയത്ത് ഫുൾ ഉറക്കമായിരുന്നു, അതിട്ടില്ല. ഞങ്ങളങ്ങനെ കൺമണി മിനിയാന്നും കുളിച്ചില്ല, അല്ല ഇന്നലെയും കുളിച്ചില്ല, ഇന്നും കുളിച്ചില്ല. ഇപ്പോൾ കുളിപ്പിച്ചു. അപ്പോൾ അവളും നല്ല ഫ്രഷായി. കുളിച്ചപ്പോഴേക്കും ഭയങ്കര ഒരു സമാധാനം. പക്ഷെ ഉറക്കതാ ഇവിടെ വന്നിട്ട് നിൽക്കുക, അങ്ങോട്ട് ഉറങ്ങണം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ലൈഫിൽ വലിയൊരു ഹാപ്പിനെസ്സാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. എനിക്ക് എന്തായാലും ഇത് മിസ് ചെയ്യാൻ പാടില്ല, ഇതിവിടെ കിടക്കണം എൻ്റെ പേജിൽ എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ എൻ്റെ സിസ്റ്ററിനും അബിക്കും ഉണ്ടാവണം. സിസ്റ്ററും ബ്രദറും തന്നെയാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. ഇവർ രണ്ടാളും കൂടെ കളിയാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.